ഹായ് എവ്രി വൺ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്, പ്രചോദനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ലെറ്റർ ടു ഗോഡ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ അറ്റ് ദ പോസ്റ്റ് ഓഫീസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ. Lenjo was an ox of a man working like an animal in the fields. ലെൻജോ എങ്ങനെയുള്ള ആളായിരുന്നു? he was an ox of a man. അതായത് പറമ്പിൽ നന്നായിട്ട് പണിയെടുക്കുന്ന, working like an animal in the field. ഫീൽഡിൽ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു ആനിമലിന്റെ പോലെയായിരുന്നു ആര്? ലെൻജോ. Still, he knew how to write. പക്ഷേ എങ്കിലും പണിയെടുക്കുന്ന ആളാണെങ്കിലും അയാൾക്ക് എന്ത് അറിയായിരുന്നു? യെസ്, ഹി ന്യൂ ഹൗ ടു റൈറ്റ്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദി ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ഒരു ഞായറാഴ്ച, അതായത് നെക്സ്റ്റ് ഞായറാഴ്ച എന്ത് ചെയ്തു? അറ്റ് ഡേ ബ്രേക്ക്, രാവിലെ തന്നെ എന്ത് സംഭവിച്ചു? ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങി. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് ആർക്കുള്ള ലെറ്റർ ആയിരുന്നു? ഇറ്റ് ഈസ് ഫോർ ഗോഡ്. ഗോഡിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ ആയിരുന്നു. എന്തായിരുന്നു ആ ലെറ്റർ നമുക്ക് നോക്കിയാലോ? ഡിയർ ഗോഡ്, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഡിയർ ഗോഡ്, ഗോഡ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ഞാനും ഈ വർഷം ഹംഗ്രി ആയിട്ട് മാറും അല്ലേ? ഹംഗ്രി അതായത് വിശപ്പ് സഹിക്കേണ്ടി അല്ലെങ്കിൽ പട്ടിണിയാവും എന്നാണ് ലെൻജോ പറയുന്നത്. ഐ നീഡ് 100 pesos in order to sow my field again and to live until the crop comes. എനിക്ക് ഒരു 100 pesos ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഫീൽഡിൽ വീണ്ടും വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്രോപ്പ് വരുമ്പോഴത്തേനും ജീവിക്കാനും കൂടിയിട്ടുള്ള ഒരു പൈസയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ദി ഹെയിൽ സ്റ്റോം you sent, everything is lost. Because of the hailstorm you sent. God അയച്ച hailstorm കാരണം എൻ്റെ എല്ലാം പോയി എന്നാണ് പറയുന്നത്. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ലെൻജോ. അപ്പോൾ ലെൻജോ എന്താണ് എഴുതിയത്? you sent us hailstorm അല്ലേ? ഗോഡ് എന്താ സെൻഡ് ചെയ്തത്? hailstorm സെൻഡ് ചെയ്തു. hailstorm സെൻഡ് ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ക്രോപ്സും നഷ്ടമായി. അതുകൊണ്ട് ലെൻജോ നീഡ് 100 to sow his field and to live until the crop comes. അതായത് വീണ്ടും വിതയ്ക്കാനുള്ള ഒരു പൈസയും അതുപോലെ തന്നെ ആ ക്രോപ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അപ്പൊ ആ ഒരു പൈസയും കൂടിയാണ് ലെൻജോ വേണമെന്ന് പറയുന്നത്. ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ലെൻജോ? ലെൻജോനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ലെൻജോ വാസ് എ ഹാർഡ് വർക്കിംഗ് മാൻ അല്ലേ? ഹാർഡ് വർക്കിംഗ് മാൻ ആണ്. ഹി വർക്ക്സ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്. ഒരു ഫീൽഡിൽ എങ്ങനെയാണോ ആനിമൽ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ലെൻജോയും വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? ഹി ന്യൂ ഹൗ ടു റൈറ്റ്. അദ്ദേഹത്തിന് എഴുതാൻ അറിയായിരുന്നു. ഫീൽഡിൽ പണിയെടുക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് എഴുതാൻ അറിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് എക്സ്പ്രഷൻ ഇൻ ദ പാസേജ് ടെൽസ് യു ദാറ്റ് ലെൻജോ റോട്ട് ദ ലെറ്റർ ഏർലി ഇൻ ദ മോർണിംഗ്? ലെൻജോ ഏർലി ഇൻ ദ മോർണിംഗ് ആണ് ഈ ലെറ്റർ എഴുതുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഡേ ബ്രേക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡേ ബ്രേക്ക് അതായത് ഏർലി മോർണിംഗ്. ഓക്കെ, ഏർലി മോർണിംഗ് ആണ് ഡേ ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഹി റോട്ട് ടു ഗോഡ് ഓൺ ദി എൻവലപ്പ് ആൻഡ് വെന്റ് ടു ദ ടൗൺ. അപ്പൊ എൻവലപ്പിന്റെ മുകളിൽ ടു ഗോഡ് എന്ന് എഴുതി എന്നിട്ട് ടൗണിലേക്ക് യാത്രയായി. At the post office, he pasted a stamp on the letter and dropped it into the mailbox. പോസ്റ്റ് ഓഫീസിൽ എത്തിയപ്പോൾ ഒരു സ്റ്റാമ്പ് ഒക്കെ ലെറ്ററിൽ ഒട്ടിച്ച് മെയിൽ ബോക്സിലേക്ക് ഇട്ടു. Why did Lenjo write the letter to none other than God? എന്തുകൊണ്ടാണ് ലെൻജോ വേറെ ആർക്കും കത്ത് എഴുതാതെ ഗോഡിന് തന്നെ എഴുതിയത്? ബിക്കോസ് ഹി ഹാവ് ഫുൾ ഹോപ്പ് ഇൻ ഗോഡ് അല്ലേ? ഹോപ്പ് ഇൻ ഗോഡ്. ഗോഡില് മുഴുവൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ലെൻജോ ഗോഡിന് തന്നെ ലെറ്റർ എഴുതിയത്. The postman went to his boss laughing heartily. He showed him the letter to God.
The postmaster also broke into laugh. But immediately he turned serious. What faith! I wish I had the faith of the man who wrote this letter. Imagine starting up a correspondence with God. പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? ലെറ്റർ ഒക്കെ എടുത്തോടുന്ന് ബോസിന്റെ അടുത്ത് എത്തി ഭയങ്കര ചിരി തുടങ്ങി. അദ്ദേഹം ആ ലെറ്റർ ആർക്ക് കാണിച്ചു കൊടുത്തു? പോസ്റ്റ് മാസ്റ്റർക്ക് കാണിച്ചു കൊടുത്തു. പോസ്റ്റ് മാസ്റ്ററും ചിരിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സീരിയസ് ആയി. എന്താണ് ഒരു വിശ്വാസം? ലഞ്ചോയ്ക്ക് ഗോഡിൽ നല്ല വിശ്വാസമാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഓക്കെ, ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡിലേക്ക്, അതായത് ദൈവത്തിന് ഒരു കത്ത് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം എന്തായിരിക്കും എന്ന് പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ്മാനും കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങി. The postmaster came up with an idea. Send a reply to Lenjo from God. പോസ്റ്റ്മാസ്റ്ററിന് ഐഡിയ തോന്നി. എന്തായിരുന്നു ഐഡിയ? ലെഞ്ചോയ്ക്ക് തിരിച്ച് ഗോഡ് റിപ്ലൈ ചെയ്യുന്ന പോലെ ഒരു ലെറ്റർ എഴുതാം. But he needed something more than goodwill, ink and paper to answer the letter. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്കും പേപ്പറൊക്കെ വേണമായിരുന്നു. He took a collection from the employees of the post office. He himself gave a part of his salary. But it was impossible for him to put together 100 pesos. He was able to send the farmer only 70 pesos. പക്ഷേ എന്ത് ചെയ്തു? he took collection from employees. എല്ലാവരുടെ അടുത്തുനിന്നും പൈസ കളക്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ പോസ്റ്റ് മാസ്റ്ററും ഇതേപോലെ ഒരു ഭാഗം, സാലറിയുടെ ഒരു ഭാഗം എടുത്തിട്ട് ലഞ്ചൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗെദർ 100 pesos. ഒരു 100 pesos അയക്കാൻ പറ്റില്ലായിരുന്നു. എത്ര രൂപയാണ് ഫാമേഴ്സിനൊക്കെ അയക്കാൻ പാടുള്ളൂ? യെസ്, 70 pesos മാത്രമാണ് ഫാമേഴ്സിന് അയക്കാൻ പാടുള്ളൂ. He put the money in an envelope addressed to Lenjo. He sent a letter along with. It contained only a signature, God. ആ മണി എന്ത് ചെയ്തു? ലെഞ്ചോയ്ക്ക് വേണ്ടിയിട്ട് അഡ്രസ് ഒക്കെ എഴുതി ആ ഒരു എൻവലപ്പിൽ ഇട്ടിട്ട് തിരിച്ചയച്ചു. ലെഞ്ചോയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സിഗ്നേച്ചർ, പേരൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു? ഗോഡ് എന്നുള്ളൊരു സിഗ്നേച്ചർ മാത്രമായിരുന്നു ഈ ഒരു എൻവലപ്പിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഗോഡ് റിപ്ലൈസ്. The following day, Lenjo went to the post office earlier than usual. He asked the postman if there was a letter for him. The postman handed a letter to him. The postmaster looked on from the doorway of his office. പിറ്റേ ദിവസം ലെഞ്ചോ നേരത്തെ തന്നെ പോസ്റ്റ് ഓഫീസിലെത്തി. പോസ്റ്റ്മാനോട് ചോദിച്ചു, എനിക്ക് ലെറ്റർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ലെഞ്ചോ ചോദിച്ചു. പോസ്റ്റ്മാൻ ആ ലെറ്റർ കൊടുത്തു. പോസ്റ്റ് മാസ്റ്റർ അയാളുടെ, കണ്ടോ ഈ പിക്ചറിൽ കാണുന്നില്ലേ നിങ്ങൾ, ഓഫീസിന്റെ ആ ഡോറിന്റെ അവിടെ വെച്ചിട്ട് എത്തി നോക്കാൻ തുടങ്ങി. ലെഞ്ചോ ഷോഡ് not the slightest surprise on seeing the money. Such was his confidence. But he became angry when he counted money. God could not have made a mistake. ലെഞ്ചോയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടായില്ലേ പൈസ കണ്ടപ്പോൾ? എന്തുകൊണ്ടാണ്? ഹി വാസ് സ്റ്റിൽ കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. എന്താണ്? ഗോഡിന് ഒരിക്കലും മിസ്റ്റേക്ക് വരില്ല. 100 pesos അല്ലേ ചോദിച്ചത്, അത്ര പൈസ ഇല്ലേ അതില്. Immediately, Lenjo went up to the window to ask for paper and ink. He sat at the public writing table. He started to write. When he finished, he went to the window to buy a stamp. He licked the stamp and then affixed it on the envelope with a thumb of the fist. The moment the letter fell into the mailbox, the postmaster went to open it. Lenjo appa തന്നെ എഴുതി. ആർക്കായിരിക്കും? ഗോഡിന് തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ ആ ഒരു മെയിൽ ബോക്സിലേക്ക് എന്നിട്ട് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് എന്ത് ചെയ്തു? മെയിൽ ബോക്സിലേക്ക് ഇട്ടു. പോസ്റ്റ് മാസ്റ്റർ അപ്പൊ തന്നെ അതെടുത്ത് വായിച്ചു. Merciful God, of the money that I asked for, only 70 pesos reached me. Send me the rest, since I need it badly. But don't send it to me through the mail, because the post office employees are a bunch of crooks. ഗോഡിനോട് എന്താ പറയുന്നത്?
Yes, I asked for 100 pesos, but only 70 pesos reached me. എൻ്റെ അടുത്ത് 70 pesos മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് കൂടി എനിക്ക് പെട്ടെന്ന് തന്നെ എത്തണം. എന്തുകൊണ്ടാണ്? എനിക്കത് വളരെ അത്യാവശ്യമായിട്ട് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ മെയിലിലൂടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൂടെ എനിക്ക് അയക്കരുത്. എന്തുകൊണ്ടായിരിക്കും? പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് ഒക്കെ ഭയങ്കര കള്ളന്മാരാണെന്ന് പറയില്ലേ? യെസ്, ദേ ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. അതുകൊണ്ടാണ് പോസ്റ്റ് വഴി അയക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ലെറ്റർ അയക്കുകയാണ് കേട്ടോ ഗോഡിന് വേണ്ടിയിട്ട്. ലെൻജോ ഇസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഗോഡ്. ഡു യു എൻജോയ് ദിസ് സ്റ്റോറി? യെസ്, അപ്പൊ നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. വേർ ഡിഡ് ലെൻജോ ഗോ നെക്സ്റ്റ് ഡേ? എവിടേക്കാണ് ലെൻജോ പിറ്റേ ദിവസം പോയത്? ടു ദ പോസ്റ്റ് ഓഫീസ്. വൈ ഡിഡ് ലെൻജോ ബിക്കം ആംഗ്രി? എന്തുകൊണ്ടാണ് ലെൻജോയ്ക്ക് ആംഗ്രി ആയത്? ബിക്കോസ് he asked for 100 pesos, but God gave him only 70 pesos. What did Lenjo do after reading the letter? Letter read ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ലെൻജോ ചെയ്തത്? He replied, he write a letter in reply to the God. Reply, Godന് ഒരു റിപ്ലൈ അയക്കുകയാണ് ചെയ്തത്. Who opened the letter? ആരാണ് ആ റിപ്ലൈ വായിച്ചത്? The postmaster. What was Lenjo's request in the letter? എന്താണ് ലെൻജോയുടെ റിക്വസ്റ്റ്? ആ ലെറ്ററിൽ ഉണ്ടായിരുന്ന റിക്വസ്റ്റ് എന്താണ്? എന്തായിരുന്നു? Yes, he want $100, അല്ലേ? He want $100 emergent, അല്ലേ? In urgent. He need $100, but God should not send the money through mail. മെയിലിലൂടെ ഒരിക്കലും ബാക്കിയുള്ള പൈസ അയക്കരുത്. എന്തുകൊണ്ടാണ്? Because the post office employees are very crook, അല്ലേ? They are crooks. അതുകൊണ്ടാണ് പോസ്റ്റിൽ അയക്കരുത്, വേറെ ഏതെങ്കിലും വഴിയിലൂടെ അയക്കാനാണ് ആര് പറഞ്ഞത്? യെസ്, ലെൻജോ ആസ്ക് ഗോഡിനുള്ള ലെറ്ററിൽ റിക്വസ്റ്റ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെ? തയ്യാറാക്കാത്തവര് കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് എ പോസ്റ്റ് മാസ്റ്റർ ഡൂയിങ്? The postmaster reached his home in the evening. He was still thinking of the interesting thing happened in the office. He wrote this incidents in his diary. പോസ്റ്റ്മാസ്റ്റർ വീട്ടിലെത്തി വൈകുന്നേരം. അദ്ദേഹം ഇപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്ങിനെ കുറിച്ചിട്ട്, ഓഫീസിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി റോട്ട് ദിസ് ഇൻസിഡൻസ് ഇൻ ഹിസ് ഡയറി. അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുക എന്നുള്ളത് നമുക്ക് എഴുതി നോക്കിയാലോ? അപ്പൊ നമുക്ക് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡയറി എഴുതി നോക്കിയാലോ? An interesting incident happened in the office. The postman showed a letter to me. It was a letter to God. It was Lenjo, the farmer's letter. His crops was destroyed by the hailstorms sent by God. He need 100 pesos to sow again in the field. At first I laughed, but after some time I felt serious because he has full faith in God. I decided to collect money from the employees and send him. But only $70 were allowed to send for the farmers. He came early in the morning. The postman gave him the letter. He was not surprised when he saw the letter and money from God. He wrote a reply letter to God that he needed the balance 30 pesos immediately. He requested the God not to send the money through mail because the post office employees are thieves. This incident made me more faith in God. അപ്പോൾ ഇതാണ് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡയറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു ഡയറി എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ന്യൂ വേർഡ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.